ആ ഒരു വിഷയം കൊടുത്തുകൊണ്ടെന്ന് പെൺകുട്ടി ഇവനോട് പറഞ്ഞു, അത് കളയണം, അതിനകത്ത് ഇടരുത്, അവരുടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന്. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ? അത് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്ക് എന്നും പറഞ്ഞു ഞാൻ ഫോൺ വെച്ചിട്ട് പോയി. അപ്പോൾ ആള് പറഞ്ഞത്, ഞാൻ യൂട്യൂബ് കൊണ്ടല്ല മെയിനായിട്ട് ജീവിക്കുന്നത്, എനിക്ക് ഒരു ജോലിയുണ്ട്, അപ്പോൾ ആ ജോലീനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അപ്പം അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തതെന്നാണ് ആദ്യം പറഞ്ഞു. നിങ്ങൾ ആ സ്ഥാപനത്തിൽ വിളിച്ച് എന്താ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ ഭീഷണി മുഴക്കുകയാണ് മനുഷ്യ, ഭീഷണി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് വരും, ഇല്ലെങ്കിൽ ഓർഡറിന്റെ നമ്പർ നിങ്ങൾ ആരാ? രേണു സുധിയുടെയും ബഷീർ ബഷീരുടെയും ഒക്കെ കോണ്ടന്റുകൾ എടുത്ത് റിയാക്ട് ചെയ്തതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു ഇന്ന് 2 യൂട്യൂബ് റിയാക്ഷൻ ചാനൽ ഉടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൂപ്പൻസ് വ്ലോഗും ഇറ്റ്സ് മീ കയസും. ഈ വിഷയത്തിൽ ഞാൻ വന്നിപ്പോ തലയിടാൻ ഒരു കാരണമുണ്ട്. അതും കുറച്ചു പേർക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ ദിവസം മൂപ്പൻ കൈസിനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻസ് മൂപ്പൻ കാണിച്ചുകൊണ്ട് നമ്മുടെ കയസിനെ വിമർശിക്കുന്നത് കണ്ടു. ലിറ്ററലി ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ സാധനം കാണുന്നത്. ഇത് മിനിഞ്ഞാന്ന് എന്തോ വന്നൊരു വീഡിയോ ആണ് മൂപ്പന്റെ. പക്ഷേ എനിക്കന്ന് കാണാൻ പറ്റില്ല. എന്നോട് കുറച്ച് പേര് പറഞ്ഞു, നിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ച് മൂപ്പൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോൾ പറ്റിയില്ല കാണാനായിട്ട്. ഇന്നലെ രാത്രി ഞാനിത് കണ്ടപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്നാണല്ലോ, ഞാൻ ഞെട്ടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറൊന്നുമല്ല, ഞാൻ പോലും മറന്നുപോയൊരു വീഡിയോ, 10 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ, കയസിനെതിരെയുള്ള, അതും വെറും 6700 പേര് മാത്രം കണ്ടൊരു വീഡിയോ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഡെഡാണ്. അതിപ്പോഴും യൂട്യൂബിൽ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ആയ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ പിന്നെയും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കയറി വന്ന് ചിലപ്പം ആളുകളിലേക്കൊക്കെ എത്തിയേക്കാം. പക്ഷെ ഇത് ചത്ത് കിടക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോ 10 മാസങ്ങൾക്ക് ഇപ്പുറം അതെങ്ങനെ കുത്തിപ്പൊങ്ങി വന്നു? എനിക്കിപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ ഞാൻ അതിശയിച്ചിരിക്കുക. കാരണം കുത്തിയിരുന്ന് നോക്കിയോ, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, കൈസിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കിയോ? അതോ ആരെങ്കിലും ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ, ഞാൻ അന്ന് കൈസിനെതിരെ ഇങ്ങനെ ഒരു വാലിഡ് പോയിന്റ് വെച്ച് നല്ല അടി കൊടുത്തു എന്ന് ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് ഇദ്ദേഹത്തിന് എടുത്തു കൊടുത്തോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ലിറ്ററലി ഞാൻ വീണ്ടും പറയാണ്, എനിക്ക് ആ ഞെട്ടൽ മാറിയിട്ടില്ല ഇപ്പോഴും. കാരണം അതൊക്കെ കുത്തിപ്പൊക്കി എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞാൽ മാൻ സമ്മതിക്കണം, അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ എന്താണെങ്കിലും ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരുപാട് കലാപരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. മൂപ്പനെതിരെ നമ്മുടെ കൈസ് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മൂപ്പൻ ഒരു ലൈവ് നടത്തി, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മൂപ്പേട്ടാ, ശരത് ബ്രോ, നിങ്ങൾക്ക് ദേഷ്യം വന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ അത് പുറത്ത് കാണിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നാളെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പണിയും കൊണ്ട് വരുവടേ, അത് ഉറപ്പുള്ള കാര്യം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ചേട്ടാ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിക്കാനുള്ള റൈറ്റ് ഒരു കാരണവശാലും നിങ്ങൾക്കില്ല. ഇല്ല. ഇപ്പോൾ കൈസ് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നു, കൈസിനെതിരെ ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്നു. അവര് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്താൽ പോലും പോലീസുകാർ വരെ ഒരു മാന്യത കാണിക്കും. കൈസിന്റെ ഓഫീസിലേക്ക് വിളിക്കത്തില്ല, കൈസിനെ വിളിക്കും. അഥവാ ഇനി കൈസിനെ കിട്ടാതെ ഒരു നിവർത്തിയില്ലാതെ വന്നാൽ കൈസിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് കൈസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നിങ്ങൾ പക്ഷെ ചെയ്തത്, ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചു, എന്നിട്ട് നിങ്ങൾ പറഞ്ഞത്, അത് ഞാൻ കേൾപ്പിക്കും, അതെല്ലാവരും കേട്ട് കഴിഞ്ഞ് കാണും, എന്നാലും ഞാനത് കേൾപ്പിക്കും. കാരണം എനിക്ക് അതിനകത്തൊന്നും കുറച്ച് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞതും പണ്ട് പറഞ്ഞതും ഞാൻ കാണിച്ചു തരാം. പണ്ട് എന്നോട് പറഞ്ഞതല്ല, വേറെ ഒരു ലേഡി, അവരോട് നിങ്ങൾ പറഞ്ഞത് അവരിപ്പോൾ പറയുന്നുണ്ട്, അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അതും കൂടെയൊക്കെ കേൾപ്പിക്കുമ്പോൾ ശരത്തേട്ടാ എന്നോട് ദേഷ്യം തോന്നരുത്. എന്നോട് തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി. നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളിപ്പോൾ പിടിച്ച ആ റൂട്ട് അത് വളരെ മോശമായിട്ടുള്ളൊരു റൂട്ടാണ്, ചെയ്തത് ശരിയായില്ല. പിന്നെ ഈ വീഡിയോ ഞാൻ പണ്ട് കൈസിനെതിരെ ചെയ്ത വീഡിയോ, ഇപ്പം മൂപ്പൻ കാണിച്ച ഈ ഒരു വീഡിയോ, ഇത് നിങ്ങളൊന്ന് കാണിക്കും. ലിറ്ററലി ഇതെനിക്കിപ്പോൾ കാണുമ്പോൾ ഞാൻ കൈസിനെ അന്ന് വിമർശിച്ചതിനകത്ത് എനിക്ക് ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില തെറ്റുകൾ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ തന്നെ പറയാം. ഇത് കേട്ടോ.
ഒന്നും ഒരു അടൂരിലുള്ള ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. ആ ഒരു വിഷയത്തിൽ നടക്കുന്ന സമയത്ത് ആ ഒരു വിഷയം പുറത്തു കൊണ്ടുവരാൻ മുന്നിട്ടിറങ്ങിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി. അതായത് ഇവൻ അവരുടെ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നിരണ്ടല്ല ഒരു പെൺകുട്ടിയുടെ എന്തോ ചാറ്റോ ഓഡിയോ ക്ലിപ്പും ഫോട്ടോ എന്തൊക്കെ ഇവൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രശ്നം പുറത്തു കൊണ്ടുവന്ന ആ പെൺകുട്ടി ഇവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം പുറത്തു വിടരുത്, അവരുടെ ഫോട്ടോ കാണിക്കരുത്, ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോലും ഈ നാറി ഇവൻ അത് പുറത്തു വിട്ടു. ഇവൻ പുറത്തു വിട്ടതിന് ശേഷം തോന്നുന്നു അവർ വിളിച്ചിട്ട് പറയുന്നത് ഇവൻ അയച്ചു കൊടുത്തത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് പറഞ്ഞിട്ട് ഇവൻ അത് പുറത്തു വിട്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അത് ഇടരുത്, അതൊന്ന് മാറ്റാൻ പറഞ്ഞു. ഇടയ്ക്ക് നിന്ന് ആ പെൺകുട്ടി പ്രശ്നം പുറത്തു കൊണ്ടുവന്ന പെൺകുട്ടിയോടാണ് മറ്റേ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ പെൺകുട്ടി വഴി നടുക്ക് നിന്ന് നമ്മുടെ ആ ഒരു വിഷയം പുറത്തു കൊണ്ടുവന്ന പെൺകുട്ടി ഇവനോട് പറഞ്ഞു അത് കളയണം, അതിനകത്ത് ഇടരുത്, അവരുടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന്. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ, അത് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്ക് എന്നും പറഞ്ഞു ഇവനെ ഫോൺ വെച്ചിട്ട് പോയി. മനസ്സിലായില്ലേ? അതാണ് ഇവൻ. കണ്ടല്ലോ നിങ്ങള്. എനിക്കിത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയ എന്താണെന്നറിയോ, ഞാൻ ഇപ്പോഴും പറയുന്നു കൈസിനെ അന്ന് ഞാൻ വിമർശിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. എന്നോട് ആ വ്യക്തി, അതായത് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് പെൺകുട്ടികൾ കൈസിനോട് സംസാരിക്കുകയും അതൊക്കെ എടുത്ത് കൈസ് പുറത്ത് വിട്ടപ്പോൾ ആ പെൺകുട്ടികൾ വേറൊരു പെൺകുട്ടിയോട് ഈ ഒരു വിഷയം ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മൾ അറിയാൻ മെയിനായിട്ട് കാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒന്ന് വിളിച്ച് പറയണം കൈസിനോട് ആ വീഡിയോ ഫോട്ടോ എന്തൊക്കെയോ മാറ്റാനുണ്ട്, അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. കൈസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ കൈസ് പറഞ്ഞു നീ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞു. ആ പെൺകുട്ടി എന്നോടത് പറഞ്ഞു. ഞാനത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സങ്കടം വരും. ഞാനതെടുത്ത് റിയാക്ട് ചെയ്തത് തെറ്റില്ല, പക്ഷേ ഞാനൊരു തുടക്കക്കാരനായിരുന്നു അന്ന്. ഞാൻ കഴിഞ്ഞ ബിഗ് ബോസിലാണ് സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നത്, കംപ്ലീറ്റ്ലി ഇതിനകത്തോട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു തുടക്കക്കാരനാണ്. ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ ഒരു തുടക്കക്കാരനാന്ന് തന്നെ പറയാം. എന്നെക്കാട്ടിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാരുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നെക്കാട്ടിലും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ മൂപ്പനെ പോലുള്ള ആളുകൾ. അങ്ങനെ തന്നെ ഞാൻ പറയാം. പക്ഷേ അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഉപയോഗിച്ച ഒരു 1-2 വാക്കുകളുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കേട്ടല്ലോ. ഇന്ന് ഞാൻ പൊതുവെ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കത്തേ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ആളുകൾക്കെതിരെ മാത്രമേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ സ്ത്രീകൾ മരണപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ത്രീകളെ ഉപദ്രവിക്കുക, പൊടികളെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് ആ ചെയ്യുന്നവന്മാരെയാണ് ഞാൻ ഇതുപോലത്തെ നല്ല അട്ട വർത്താനം, അങ്ങനെ തന്നെ ഞാൻ പറയും, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ച് ഞാൻ ഉപയോഗിച്ച് സംസാരിക്കാറുള്ളൂ. പക്ഷെ തുടക്കകാലത്ത് അങ്ങനല്ല. എന്ത് കണ്ടാലും എനിക്കൊരു മനസ്സിലായില്ലേ, അതെല്ലാവർക്കും ഉണ്ടായിരിക്കും. യൂട്യൂബിലേക്ക് വരുന്ന ആദ്യമുള്ള എന്തിനധികം പറയുന്നു, മൂപ്പൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടു. ആദ്യകാലത്തിൽ ചെയ്തുകൊണ്ടിരുന്നതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, ഞാനും അങ്ങനെ ചെയ്തതാണ് ഇത് എന്ന് വെച്ചിട്ട് ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ ഒരിക്കലും ഞാൻ തെറ്റാന്ന് ഞാൻ മാറ്റി പറയില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ചില വാക്കുകൾ അതൊക്കെ വേണ്ടായിരുന്നു എന്നെനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ചിലപ്പോൾ ചില ആളുകളെ എനിക്ക് തോന്നാറുണ്ട് അത് വേണ്ടായിരുന്നു, പറയാം, വിമർശിക്കാം. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു സാധനം, ഇങ്ങനെയുള്ള 1-2 വാക്കുകൾ കേട്ടപ്പോൾ എനിക്കത് തോന്നി. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു മൂപ്പൻ ചേട്ടനോട്, ഞാൻ അന്ന് പറഞ്ഞതിനകത്ത് ഇന്ന് ഉറച്ചു വെക്കുന്നു. കാണിച്ചത് തെമ്മാടിത്തരമായിരുന്നു, അത് ഞാൻ അന്ന് പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. പക്ഷെ അതിപ്പോൾ ചേട്ടാ എനിക്ക് ഇപ്പോഴും അറിയാത്ത ഇതെങ്ങനെ കുത്തിപ്പൊങ്ങി വന്നു ചേട്ടാ? ഇത് അധികം ആൾക്കാർ കാണാത്തൊരു സാധനം. ഇതാരാണ് ഇങ്ങനെ, ഞാൻ കൈസിനെതിരെ പണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം, പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ വീണ്ടും പറയാൻ കാരണം, എനിക്കിത് കണ്ടപ്പോൾ ലിറ്ററലി ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. സീരിയസ്ലി എനിക്കത് ഫീൽ ചെയ്തു. എന്തോ ഒരു ദേഷ്യം അവനോട് വെച്ചിട്ട് ഈ സാധനം കുത്തിപ്പൊക്കി വന്ന് ഞാൻ അവനെ അത്രയ്ക്ക് ആട്ടിയതൊക്കെ എടുത്തു വെച്ച് കാണിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ആരുടെയും പേഴ്സണൽ ഗ്രഡ്ജിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ നല്ലൊരു ഒരു ഉദ്ദേശത്തോടു കൂടി അന്ന് ചെയ്തതാണ്. അതിനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് എന്നെ വലിച്ചിടാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ആരും ഞാനൊരു പരിധിയിൽ കൂടുതൽ ഇതിനകത്ത് കാണിച്ചത് ഒന്നുമല്ല. എന്നെ ഒന്നും അതിനകത്ത് പിടിച്ചിടാതിരിക്കുക. ഞാൻ എൻ്റെ ഒരു സൈഡിൽ കൂടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ വേറൊരു കാര്യം, അല്ലെങ്കിൽ വേണ്ട, ഞാനത് അവസാനം പറയാം, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു പെൺകുട്ടി തെറ്റിപ്പോയി, മൂപ്പനെതിരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്നോട് പറഞ്ഞതല്ല, ദേവ് ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീഡിയോ ചെയ്യുന്ന പയ്യനെ. കാരണം അവൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ സംസാരിക്കുന്നത്, കേൾക്കുന്നത്. പക്ഷെ ഒരുപാട് റീച്ച് ദേവ് ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നൊന്നും പറയുന്നില്ല ഞാൻ. എനിക്ക് നിങ്ങളുടെ ചാനൽ കണ്ടപ്പോൾ, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്,
അത് ഞാനങ്ങ് പറയുന്നു, വേറെ രീതിയിലൊന്നും എടുക്കണ്ട. പറ്റുമെങ്കിൽ സ്ഥിരം താങ്കൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. കാരണം താങ്കൾക്ക് ഒരുപാട് നല്ല റീച്ച് കിട്ടേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. കാരണം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ. അപ്പോൾ ദേവിൻ്റെ ചാനലിൽ ദേവ് 2 വീഡിയോ മൂപ്പനുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ ദേവ് പറയുന്ന കാര്യം അത് ഞാൻ ആദ്യമേ കേൾപ്പിക്കാം. അതിനുശേഷം ഒരു ലേഡി ദേവിനോട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പുമുണ്ട്, അതെല്ലാം കേൾപ്പിക്കാം. അതിനൊക്കെ ശേഷമേ നമ്മൾ കൈസിലേക്ക് എത്തുന്നുള്ളൂ. വെയിറ്റ് ചെയ്യുക. ആദ്യം ഇതൊന്ന് കേൾക്ക്. ഞാൻ ശരത്തേട്ടൻ്റെ കാര്യം പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ശരത്തേട്ടൻ്റെ വീഡിയോസ് കാണാറില്ല. അതിന് കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആ കുട്ടിയുടെ ചാനലിൽ വന്ന് സംസാരിച്ചു. ഇതിനെ ശരത്തേട്ടനടുത്ത് റിയാക്ട് ചെയ്തു. മൂപ്പൻസ് വ്ലോഗിൽ ശരത്തേട്ടനടുത്ത് റിയാക്ട് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. ഞാൻ എപ്പോഴാണ് ഈ വിവരം അറിയണമെന്ന് ചോദിച്ചാൽ, ശരത്തേട്ടൻ ടേക്ക് ഡൗൺ ചെയ്ത വിഷയത്തെക്കുറിച്ച് ആ കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് വീഡിയോസ് മുക്കിക്കുന്നു, കളയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കാൻ നോക്കിയത്. ആ ചാനലിൽ കയറി നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ വിത്ത് എവിഡൻസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തു. ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് അതിനകത്ത് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ആ കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചൂണ്ടിക്കാണിച്ചു, ഇന്നൊരു കാര്യം പറയണ്ട, അതൊന്ന് ട്രിം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ട്രിം ചെയ്തു. അപ്പോഴാണ് ആ കുട്ടി, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്നയാൾ ഇത് ടേക്ക് ഡൗൺ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ വിളിച്ചിട്ട് എന്തോ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ടേക്ക് ഡൗൺ ചെയ്തതെന്നാണ് ഇദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. കേട്ടല്ലോ നിങ്ങൾ, ദേവ് പറയുന്നത് കേട്ടല്ലോ. അതിനുശേഷം ദേവ് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി കുറച്ച് പറയുന്ന കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ശരത് ബ്രോനെ ഞാനൊരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാൻ നിൽക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ശരത് ബ്രോയ്ക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പുള്ളി അത് ബാധിക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് പുള്ളി വീഡിയോ ട്രിം ചെയ്തോ, പുള്ളി അത് ഡിലീറ്റ് ചെയ്യോ, എന്തോ ട്രിം ചെയ്തില്ല, പുള്ളി അത് ഡിലീറ്റ് ചെയ്ത് കളയോ, പ്രൈവറ്റ് ആക്കുകയോ എന്തോ ചെയ്തു. ഇതിനകത്ത് നമുക്കൊരു പരിധിയിൽ കൂടുതൽ പുള്ളിയെ ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടെ സൈഡിൽ നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പുള്ളിക്ക് നാളെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്കൊക്കെ നിങ്ങളുടെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നുണ്ട് യൂട്യൂബ് റിയാക്ഷൻ ചാനലുകൾ വളരെ എളുപ്പമാണ്, ചുമ്മാ ഇരുന്നെങ്കിൽ അല്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, നമ്മളിതെല്ലാം ഫേസ് ചെയ്യണം. ചില പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് വരും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ കേസുകൾ അതിൻ്റെയൊക്കെ പുറകെ പോവുക. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, മനസ്സിലായില്ലേ? പക്ഷെ അത് ചെയ്യുമ്പോഴും ഒന്ന് ആളുകളെ അറിയിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇനി ആ പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തെ ഒരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് നിങ്ങൾ കേൾക്ക്. എനിക്ക് ഒരു ഫ്രണ്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഷെയർ ചെയ്ത് തന്നായിരുന്നു മൂപ്പൻസിന്റെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പൻസിന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. അപ്പൊ അതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ വീഡിയോ ചാനലിൽ കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പന് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ കണ്ടില്ലല്ലോ, അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിക്കാനായിട്ട് ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇഷ്യൂവിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, കേസായിട്ട് പോവും, ചാനലിനൊക്കെ എന്തെങ്കിലും പറ്റും എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് ഞാൻ യൂട്യൂബ് കൊണ്ടല്ല മെയിനായിട്ട് ജീവിക്കുന്നത്, എനിക്ക് ഒരു ജോലിയുണ്ട്, അപ്പോൾ ആ ജോലീനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തതെന്നാണ് ആദ്യം പറഞ്ഞു. മൂപ്പേട്ടാ, സ്വന്തം ജോലിയെ പറ്റി നിങ്ങൾ ഒരുപാട് കൺസേൺ ആണല്ലേ? ഈ ഒരൊറ്റ ചോദ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കേൾപ്പിച്ചത്. ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഇഷ്യൂ അങ്ങനത്തെ എന്തോ ആണ്. ഇതിനകത്ത് ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നാണ്ട് മൂപ്പൻ ചേട്ടൻ വീഡിയോ ഇട്ടു. പക്ഷെ പിന്നെ അത് മുക്കിക്കളഞ്ഞു. ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു കേസ് കൊടുക്കും, പണി കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലായപ്പോൾ, പുള്ളിയുടെ ജോലി അത് ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ പുള്ളി അത് മുക്കി. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്കപ്പോൾ അറിയാം ഒരു ജോലിയുടെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇല്ലേ ശരത്തേട്ടാ? എന്നിട്ട് നമ്മളെ പോലെ തന്നെ ചെയ്യുന്ന ഈ ഒരു യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ, എന്തോ ആയിക്കോട്ടെ, പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കാണും, നിങ്ങൾക്ക് വിമർശിക്കാം, കേസ് കൊടുക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടോ? ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഓഫീസിൽ വിളിച്ച് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനതൊക്കെ കേൾപ്പിക്കാം. അത് കേട്ടിട്ട് വേണമെങ്കിൽ ഞാനത് സംസാരിക്കുന്നതല്ലേ നല്ലത്. വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം ഞാനും മൂപ്പേട്ടനും അല്ലെങ്കിൽ ശരത് ബ്രോയും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഇല്ല.
ഇപ്പൊ ഇല്ല, വേണ്ട. ഞാനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പൊ ഈ കോൺടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുള്ളിയോട് സംസാരിച്ചിട്ട് എന്നിട്ടേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളായിരുന്നു. പുള്ളിയുടെ ഒരു ഭാഗം കൂടെ കേൾക്കാൻ നിന്നേനെ. പക്ഷെ ഇപ്പോൾ എനിക്കത് കേൾക്കാൻ തോന്നുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. പണ്ട് ഇതേപോലെ ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു പിഴവ് പറ്റിയെന്ന് എനിക്ക് തോന്നിയപ്പോൾ അത് ഞാൻ വളരെ മാന്യതയോടുകൂടി പുള്ളിയെ, എനിക്ക് ആക്സസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ച് സംസാരിച്ചപ്പോൾ ഈ എന്താണ് നമ്മൾ എന്താ അതിനൊരു വാക്ക് പറയല്ലോ, ഒരു പഴഞ്ചൊല്ല് പോലെ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക, അങ്ങനത്തെ ഒന്നും ഒരു സാധനമില്ല. അതുപോലെ ആയിപ്പോയി. ഞാൻ അവിടെ ചോദിക്കാൻ ചെന്ന കാര്യത്തിലൊന്നും അല്ല എനിക്ക് ഉത്തരം കിട്ടിയത്. മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെ ഡീവിയേറ്റ് ചെയ്ത് ഞാനൊരു ലൈക്ക് എന്താ, ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഞാൻ ഫാനിന്റെ കീഴേ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അറിയില്ല, എന്നിട്ട് എന്നെ വിയർത്ത് വിളിക്കുക. ഈ ഫാനിന്റെ കീഴേ ഞാൻ ഇരിക്കുന്നുണ്ട്, ഭയങ്കര ഒച്ചയാണ്. ഇപ്പം ഈ മൈക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒച്ച കേൾക്കാത്തത്. പണ്ടത്തെ എൻ്റെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി, ഭയങ്കര ഒച്ചയാണ്. അപ്പം ഈ ഒച്ച പുള്ളി എന്നോട് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണോടാ എന്നൊരു വളരെ മാന്യമായിട്ട് പുള്ളി എന്നോട് ചോദിച്ചാൽ, നീ റെക്കോർഡ് ചെയ്യുകയാണോ എന്നൊരു സാധനം എന്നോട് ചോദിച്ചപ്പോൾ ലിറ്ററലി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ ആ പുള്ളിയെ അതുപോലെയാണ് കണ്ടത്. എന്നെക്കാട്ടിലൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരാൾ, എനിക്കൊക്കെ ഇനിയും ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം, ഞാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് മുമ്പ് വന്നൊരു വ്യക്തി, മനസ്സിലായില്ലേ? സോ അങ്ങനെ ഒരാളുടെ വായിൽ അങ്ങനെ ഒരു ചോദ്യം. അത് മാത്രമല്ല, വേറെ കുറെ എനിക്ക് ലൈക്ക് ഞാൻ നിങ്ങളോട് വളരെ പേഴ്സണലായിട്ടൊന്നും പറയാൻ പറ്റുമല്ലോ, എല്ലാവരും കേൾക്കുവാണല്ലോ, എല്ലാവരും കേട്ടു. ഈ യൂട്യൂബിൽ ഒരുപാട് റിയാക്ഷൻ ചാനലുകളുണ്ട് ഇല്ലേ? യൂട്യൂബിലുള്ള തന്നെ റിയാക്ഷൻ ചാനലുകളെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് ആളുകൾ, ഇപ്പം ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പല ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട് വരും. ഈ എല്ലാവരെയും നമുക്ക് ഒരേപോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി ഒരുപാട് ആളുകൾ എന്നോട് മോശം പറയുക, ഒരുപാട് ആളുകൾ. പക്ഷെ എനിക്ക് ആ വ്യക്തിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് പേര് എന്നോട് ഇത് പറഞ്ഞപ്പോൾ, എന്നെക്കാട്ടിലും ഒരുപാട് സീനിയർ ആയിട്ടുള്ള മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൂപ്പേട്ടാ ഇങ്ങനെ കേൾക്കുന്നു, എന്താണ് എല്ലാവരും എന്നോട് ഇതാ പറയുന്നത്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വ്യക്തി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അതെൻ്റെ തലയിൽ കിടന്നു. പക്ഷെ അതുകൊണ്ട് ആ കേട്ടത് കൊണ്ട് മാത്രം ഞാൻ ആ മറ്റേ വ്യക്തി ആരെ പറ്റിയാണോ എല്ലാവരും മോശം പറഞ്ഞ അയാളെ ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. ഞാൻ തള്ളിക്കളയത്തുമില്ല, കാരണം എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ എന്തിനാ തള്ളിക്കളഞ്ഞില്ല. പക്ഷെ വേറൊരു കാര്യം വന്നപ്പോഴത്തേക്ക് മൂപ്പേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് ചോദിച്ചു, നീ അവരോടെല്ലാം പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താ? അല്ല, ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറയുന്നതും പറയാതിരിക്കുന്നതും എല്ലാം മൂപ്പേട്ടനോട് പറയണമെന്നുണ്ടോ? ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ചേട്ടനോ എൻ്റെ മാമനോ ഒന്നും അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. ഉണ്ടോ? പക്ഷെ ഞാൻ ആ വ്യക്തിയോട് പറയണോ ഇല്ലയോ എന്നൊക്കെ എൻ്റെ ഇഷ്ടമാണ്, അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ദ്രോഹമൊന്നും ആയിട്ടില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും, ഒന്ന് നോക്കി വെക്കും, അത്രേ ഉള്ളൂ. വേറൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. എല്ലാവരും ഒന്നും, നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് കണ്ണു അടച്ച്, റിയാക്ഷൻ വീഡിയോസ് എന്നല്ല, ഈ ലോകത്തുള്ള ഒരു മനുഷ്യനെ നമ്മൾ ഒരു പരിധി കൂടുതൽ വിശ്വസിക്കരുത്. നിങ്ങൾക്കറിയാലോ അത്, നിങ്ങളതൊന്ന് അറിഞ്ഞു വെക്കണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി കൈസിൻ്റെ കാര്യത്തിലേക്ക് പോവാം. കൈസ് പറയുന്ന കാര്യങ്ങൾ, എന്തിനാണ് ഈ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്, ഇതെല്ലാം കൈസ് പറയുന്നുണ്ട്. കൈസ് തന്നെ നമുക്കത് കേൾക്കാം. അതായത് ഇവന്റെ ഇരട്ടത്താപ്പും ഫേക്ക് നന്മമരം കളിയും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് രേണുസുതി വിഷയത്തിലുള്ളവന്റെ മലക്കം മറിച്ചിടും. അതായത് രേണുസുതി ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ രേണുസുതിയെ എതിർത്തുകൊണ്ടിരുന്നവൻ രേണുസുതി ബിഗ് ബോസിൽ കയറിയതിനു ശേഷം രേണുസുതിയുടെ സപ്പോർട്ടറായിട്ട് മാറി. അതെന്തിനാണെന്ന് ചോദിച്ച സമയത്ത് ഇവന് മറുപടി ഇല്ല. പിന്നെ യൂട്യൂബിൽ വന്ന് നന്മമരം പ്രസംഗിക്കുന്നവൻ ഡാനി സത്യൻ എന്ന് പറയുന്നവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചപ്പോഴും ഇവന് മറുപടി. ഈ പറഞ്ഞ കാര്യം, ഡാനി സത്യന്റെ കാര്യം എനിക്കറിയാം പേഴ്സണലി. അവൻ്റെ ചാനൽ ഒരു പ്രാവശ്യം ഈ മൂപ്പേട്ടൻ ശരത് ബ്രോ അത് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഡാനി പറഞ്ഞാണ് എനിക്കറിവ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാ. എന്തിനും ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കാനൊക്കെ എന്തിനാണ് ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ രേണുസുതിയുടെ വിഷയം, അതാണ് മെയിൻ പ്രശ്നം. നമ്മളെല്ലാവരും കണ്ടതാണ്. അത് പുള്ളിയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. ആദ്യം രേണുവിനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അതെടുത്ത് മാറ്റി. പക്ഷെ അത് പുള്ളിയുടെ ഇഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റാൻ പറ്റും. കാരണം ഒരാളെ ഇപ്പം രേണുവിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നിമിഷം ഒരു മനുഷ്യനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ അവർ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ശരത്തേട്ടൻ അങ്ങനെ ചിന്തിച്ച് കാണാം. അതായത് ഓക്കെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇട്ട് അവരെ ചെയ്യുന്നു, അതുകൊണ്ട് മാറി ഒന്ന് ചിന്തിക്കാം എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ എന്ത് മാറി എന്ന് എല്ലാവരും ചോദിക്കും. ആ ചോദ്യങ്ങൾ വരിക തന്നെ ചെയ്യും. അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരം കൊടുക്കണം. അപ്പോൾ കിടന്ന് ബബ്ലബ്ലാ ബ്ലിബ്ലിബ്ലി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് എല്ലാവരും എടുത്ത് വിമർശിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്ന് വെച്ചിട്ട് പുള്ളി അപ്പുറത്തോട്ട് മാറിയതിന് ഓക്കെ, പുള്ളിയുടെ ഇഷ്ടമാണ്. ഞാൻ അതേ പറയുള്ളൂ, പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിക്ക് ചെയ്യാം. പുള്ളിക്ക് എല്ലാം പുള്ളിയുടെ ഭാഗത്ത് ശരി എന്ന് ഇവിടെ പറഞ്ഞാൽ പോലും
ഒരുത്തന്റെ സ്ഥാപനത്തിൽ വിളിക്കുന്നത്? ബാക്കി കേൾക്കാം. പിന്നെ അതിനുശേഷം ബഷീർ ബഷിയും ഭാര്യമാരും ചേർത്ത് ഇവൻ തോന്നിയവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് 2 വ്യക്തികളുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ ഒരു തോന്നിയവാസം പറഞ്ഞതിന് പിന്നാലെ ബഷീർ ബഷി ഇവനെതിരെ കേസ് കൊടുക്കുമെന്നായപ്പോൾ ഞാൻ നിങ്ങളെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങ് മലക്കം പറഞ്ഞു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും ഇവന് മറുപടിയില്ല. അങ്ങനെ ഇവനോട് നമ്മൾ 100 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 100 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് കൈസ് പറയുന്നത്. ഇപ്പോൾ കൈസ് പറയുന്ന പോലെ ഞാൻ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കൊരു തെറ്റ് കണ്ടതുപോലെ എനിക്ക് തോന്നി. അപ്പം ഞാനത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്കത് ചോദിച്ചാലുള്ള ഉത്തരവേ കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ നിർത്തി. സംസാരങ്ങളും ചോദ്യങ്ങളും എല്ലാം ഞാൻ നിർത്തി. കാരണം എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെക്കാട്ടിലും മുമ്പ് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ഈഗോ ചിലപ്പോൾ കാണുമായിരിക്കും. മനുഷ്യനല്ലേ, കാണുമായിരിക്കും. ഇവനൊക്കെ ഇപ്പോൾ കയറി വന്ന ചെറുക്കൻ ഇവനൊക്കെ എന്നോട് ചോദ്യം ചോദിക്കാൻ അഭിപ്രായം കാണും. മനസ്സിലായില്ലേ? അതായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ മഹത് വ്യക്തി കുലപതിയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. സ്വന്തം ജീവിതത്തിലേക്ക് വന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാവത്തുള്ളായിരിക്കും അത്. ബാക്കി കേൾക്കാം എന്തായാലും. പക്ഷെ അതിനൊന്നും ഇവന് മറുപടിയില്ല. അവസാനം എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? പലരും ഇന്നലെ അത് കണ്ടിട്ടുണ്ടാകും. ഞാനും അതുപോലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ടുള്ള DJ സിബിനുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഇവന് പുറത്തു വിട്ടു. DJ സിബിൻ അവരുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളെല്ലാം ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിടുന്നതിലൂടെ ഞാനൊരു നട്ടലില്ലാത്തവനാണെന്നും നിലപാടില്ലാത്തവനാണെന്നും സ്ഥാപിക്കാനായിരുന്നു മൂപ്പർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ അത് ഓൺ ദ സ്പോട്ടിൽ പൊളിച്ചടുക്കി കൊടുത്തു. അതോടെ ഇവന്റെ ഈ പദ്ധതിയും പാടി. ഇവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇവനെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവൻ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. എന്തായാലും അതും വില പോയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് തോന്നിവാസം പറയാം. അത് മാത്രം ശരത് ബ്രോ, അതാണ് ആ ഒരൊറ്റ കേസാണ് നിങ്ങളുടെ കംപ്ലീറ്റ്ലി വില പോകാൻ. ഞാൻ അങ്ങനെ തന്നെ പറയും, വില പോകാനായിട്ടുള്ളൊരു കാരണം അത് മാത്രമാണ്. ഒരാളുടെ സ്ഥാപനത്തിലേക്ക് എങ്ങനെ പറ്റിയിടും? നിങ്ങൾ തന്നെ ഒരു ലേഡിയോട് പറഞ്ഞാൽ ലേഡി പറയുന്നത് കേട്ടല്ലോ. നിങ്ങളുടെ ജോലി പോകുമെന്ന് വിചാരിച്ച്, നിങ്ങളുടെ ജോലി അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരാളാണ്. മനസ്സിലാക്കുന്നു ഞാനത്. കാരണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മുഖ്യമാണ് ചേട്ടാ, അല്ലേ? യൂട്യൂബ് മാത്രമല്ല, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് മുഖ്യമാണ്. അതിനൊരു വില നിങ്ങൾ കൊടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്കൊരു വില കൊടുക്കാം. പക്ഷെ മറ്റുള്ളവൻ്റെ ജീവിതത്തെയും അവൻ്റെ ജോലിയെയും നിങ്ങൾക്ക് പുച്ഛമാണ്, അല്ലേ? അല്ല, നിങ്ങൾ തന്നെ ഇപ്പം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തോ സ്ത്രീകൾക്ക് വേണ്ടി, ഞാനതൊക്കെ കേൾപ്പിക്കാം. സ്ത്രീകൾക്ക് വേണ്ടി കുറെ സ്ത്രീകളെയൊക്കെ ഇവരെന്തോ ചെയ്തു കൈസ്. അതുകൊണ്ടൊക്കെ ചോദിക്കാൻ ചില നിങ്ങളാരാ? എനിക്ക് പെട്ടെന്ന് അതാ തോന്നിയത്, നിങ്ങളാരാ? ഇതൊന്ന് കേട്ടെ. കൈസിന്റെ ഓഫീസിൽ വിളിച്ച് സംസാരിക്കുന്നത് കൂടെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. നിങ്ങളുടെ ഈ സാറിന്റെ നമ്പർ കിട്ടാൻ അത് നമ്മളൊരു കാര്യം പുള്ളിയോട് നേരിട്ട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനായിരുന്നു. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ അധികം സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ആ പുള്ളി ഇത് ട്രാൻഡ്രത്തു നിന്നാണ് വിളിക്കുന്നത്. കുറെ അധികം സ്ത്രീകളെ ഇവൻ ഉപദ്രവിക്കുന്നു എന്നാണ് ശരത്തേട്ടൻ പറയുന്നത്. ശരത്തേട്ടാ, നിങ്ങൾക്കതിൽ ഒത്തിരി അങ്ങ് വിഷമം ഉണ്ടെങ്കിൽ ആ സ്ത്രീകളെയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ മുന്നിൽ നിന്ന് ലീഗലി പോ ശരത്തേട്ടാ, ലീഗലി പോ. അതിന് പകരം കാട്ടിലെ മൂപ്പൻ ഞാനാണ്, എല്ലാവരും എൻ്റെ പ്രജകൾ, വരൂ ഉണ്ണികളെ, നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ഓഫീസിൽ വിളിച്ച് അവൻ പറയുന്നത് ജോലി കളയാൻ ശ്രമിച്ചു എന്നാ. അതങ്ങനെ ഇപ്പം അങ്ങനെയാണ് സംഭവിച്ചെങ്കിലും അങ്ങനെ അല്ലല്ല സംഭവിച്ചെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അവരുടെ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പുറത്തു വന്നു ഒരുപാട് സ്ത്രീകളെ. അത് നിങ്ങൾ ആ സ്ത്രീകൾ, ഞാൻ പറയട്ടെ, നിങ്ങളിത് ലീഗലി പോയാൽ പോലും പോലീസുകാർ നേരെ ഇവൻ്റെ ഓഫീസിലോട്ട് കയറി ചെന്ന് അല്ലെങ്കിൽ ഇവൻ്റെ ഓഫീസിൽ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുമോ? ഇവൻ ഒരുപാട് സ്ത്രീകളോട് ഇങ്ങനെ മോശമായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഓർഡറിൻ്റെ നമ്പർ വേണം, എനിക്ക് സംസാരിക്കണം. പോലീസുകാർ പോലും ചെയ്യുമോ ചേട്ടാ അത്? ഇല്ല ചേട്ടാ. ഇവനെ വിളിക്കും, ഇവൻ മുങ്ങുകയാണെങ്കിൽ ഇവൻ്റെ ഇവൻ്റെ കുടുംബക്കാർ, അതിനുശേഷം ഒന്നും നടന്നില്ലെങ്കിലേ ഓഫീസിലേക്കൊക്കെ വരത്തുള്ളൂ. നിങ്ങൾ പക്ഷേ ഒരാളുടെ ജോലി, അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നതിനകത്ത് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നിങ്ങൾ പാളിപ്പോയത്. ബാക്കിയെല്ലാം ഓക്കെ, ഇവിടെ നിങ്ങൾ പാളി. പക്ഷേ ഇതിനെതിരെ ഇനിയിപ്പം ഇന്നലത്തെ നിങ്ങളുടെ ലൈവ് വീഡിയോ ഞാൻ അതിനെപ്പറ്റി പറയാം. ആ ലൈവ് വീഡിയോ അടിയിൽ വന്ന കമൻസ്, ഇനി ആ കമൻസ് ഒക്കെ അവിടെ കാണുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ എല്ലാം മുങ്ങിപ്പോവും. പക്ഷെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കമൻസ് വന്ന്, അത് ഞാൻ കാണിക്കാം, വെയിറ്റ് ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും. ബാക്കി കൂടെ ഒന്ന് കേട്ടോ.
ഹലോ. സാറിന്റെ പേഴ്സണൽ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല പുറത്ത്. ഇപ്പൊ സാർ എനിക്ക് നമ്പർ നാട്ടിലില്ലെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ, ഓഫീസിലേക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും. കാരണം ഇത് വളരെ മോശമാണ്, ഇതിനെ വിളിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം. പക്ഷെ ഇത് എന്താണ്, ഒരു പരിധി വിട്ടുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വിളിച്ചാൽ മതിയോ? സാറിനോട് ചോദിച്ചോ? ചോദിച്ചിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. ഇവന് ഇതേ പരിപാടി തന്നെയാണ് ഡാനി സത്യനോട് ചെയ്തത്. നട്ടപ്പാതിരാക്ക് അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവനെ ഭീഷണിപ്പെടുത്തി വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത്. ഇതൊക്കെ ഒരുമാതിരി ഗുണ്ടായിസം പരിപാടിയാണ് അല്ലേ? ഇവൻ എടുക്കെന്തോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ഈ യുവജന പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ. ഇതാണോ മൂപ്പ നിന്റെ യുവജന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം? നീ ചേട്ടൻ യുവജന പ്രസ്ഥാനത്തിന്റെ ആളാണെങ്കിൽ അതുകൊണ്ട് ഡാനി സത്യന്റെ വീട്ടിലൊക്കെ കയറി ചെന്നിട്ടുണ്ട്. എനിക്ക് ആ പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ചേട്ടാ. അതൊക്കെ പക്ക പോക്കൃത്തരം. ഓക്കെ, ഒരുത്തന്റെ വീട്ടിൽ കയറി ചെല്ലുക എന്ന് പറയുന്നത് പക്ക പോക്കൃത്തരം. ഇനി അത് പോട്ടെ, സ്ട്രൈക്കിന്റെ കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവന്റെ വീട്ടിൽ രാത്രി കയറി ചെല്ലുക, അതും വിടുക, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല, ബാക്കിയുള്ളവർ പറഞ്ഞതായിരിക്കും. പക്ഷെ ഇത് നിങ്ങളുടെ വോയിസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ ആ സ്ഥാപനത്തിൽ വിളിച്ച് എന്താ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ ഭീഷണി മുഴക്കുകയാണ് മനുഷ്യ, ഭീഷണി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് വരും, ഇല്ലെങ്കിൽ ഓർഡറിന്റെ നമ്പർ നിങ്ങൾ ആരാ? നമ്മളെപ്പോലൊക്കെയുള്ളൊരു റിയാക്ഷൻ യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലീഗലി പോ. ഞാൻ വീണ്ടും എന്താ പറയുന്നത്, ലീഗലി പോവുക. അതിന് പകരം ഒരുത്തൻ്റെ നിങ്ങളല്ലേടോ നേരത്തെ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു പെൺകുട്ടി പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ജോലി അത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ മുക്കി മാറിയ വ്യക്തിയാ. നിങ്ങൾക്ക് ഒരുത്തൻ്റെ ജോലിക്ക് ഒരു വില കൊടുത്തൂടെ? അതില്ലേ നിങ്ങൾക്ക്? ഇരുന്ന് കോരെ എല്ലാവരും കഥ പറയുമല്ലോ. നമ്മളൊക്കെ ഇതാ ചെയ്യുന്നത് കേട്ടോ. നമ്മളോടൊക്കെ ചില ആൾക്കാർ ചോദിക്കും, നീ അത്ര, ഞാനൊന്നും പറയത്തില്ല, ഞാൻ അത്ര വലിയ മാന്യനാണ്, ഞാൻ എല്ലാവർക്കും നല്ലതിന് വേണ്ടി, അബദ്ധങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഡീസൻറ്റ്. പറയാൻ പറ്റത്തില്ല. എനിക്കൊക്കെ അബദ്ധങ്ങൾ പറ്റും, ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യം എനിക്കത് മനസ്സിലാവുന്നില്ല. അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തിന്, എന്ത് കാര്യത്തിന് ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു? അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലെന്ന് പറഞ്ഞാലും അവന് നിങ്ങളുമായിട്ട് അപ്പം എന്താ വ്യത്യാസം? ശരത് ബ്രോ പറ, നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നിങ്ങൾ ലിറ്ററലി ഈ ചെയ്തതിനോട് യോജിക്കാൻ പറ്റില്ല. 101% കൈസിന്റെ സൈഡിൽ നിന്ന് ഈ വിഷയത്തിൽ കൈസിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കൈസ് വേറൊരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്. കൈസിനെ പേഴ്സണലി കൈസ് വിളിക്കുന്നു, മൂപ്പനെ വിളിക്കുമ്പോൾ ഇവർ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. അതിൽ വലിയ കാര്യമില്ല, എന്നാലും ചെറുതായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം കാണിക്കേണ്ട വേറെ ഒരു ക്ലിപ്പുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു. നീ ഇവർ തമ്മിൽ സംസാരിച്ചത് കേൾപ്പിച്ചില്ല എന്ന് വേണ്ട. മൂപ്പ കേസാടാ, പറടാ, എന്താടാ പ്രശ്നം? എന്ത് പ്രശ്നം? നീ എന്റെ ഓഫീസിലേക്ക് വിളിച്ചെന്നിട്ട് എന്താണ്? റെക്കോർഡർ ഓൺ ആക്കിയില്ല. ഓക്കെ ഫൈൻ. എന്തിനാടാ നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കണ്ടേ? അതല്ലേ മാന്യത? നീ എന്നോട് മുട്ടയെ നശിച്ചേ. നീ അതൊന്ന് പറ. ഇല്ലാത്ത പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കേ. എന്റെ പേഴ്സണൽ നമ്പർ പേഴ്സണൽ നമ്പർ നിനക്കില്ലേ? നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത്? പേഴ്സണൽ നമ്പർ വിളിക്ക്, നീ എന്റെ പേഴ്സണൽ നമ്പർ വിളിക്ക് എന്ന് ശരത് ബ്രോ പറയുന്നത് കേട്ടോ നിങ്ങൾ. അതുകൂടാതെ തുടക്കത്തിൽ കൈസ് ചോദിക്കുന്നുണ്ടോ നീ റെക്കോർഡർ ഓൺ ആക്കിയില്ലേ എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷേ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്ക് എന്ന് പറയുന്ന ശരത്തേട്ടനോടാണ്. ശരത്തേട്ടാ, നിങ്ങൾക്കും നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഇത് വീഴുന്നത്, ഞാനായിട്ട് പറയുന്നതല്ല. നിങ്ങൾക്കും കൈസിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കാലോ. അവൻ എടുത്തില്ല, എങ്ങനെയെങ്കിലും അവന്റെ കുടുംബക്കാരുടെ നമ്പർ ഒപ്പിക്കാലോ നിങ്ങൾക്ക്. നിങ്ങളെ കൊണ്ടൊക്കെ പറ്റത്തില്ല. നമ്മളെ പോലെ ഒന്നും അല്ലല്ലോ, ഒരുപാട് കോണ്ടാക്ട് ഇല്ലേ നമ്മളെക്കാട്ടിലൊക്കെ വലിയ യുവജന പ്രസ്ഥാനവും ചില പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് അറിയാൻ ചേട്ടാ. അത് വിട്, അത് പോട്ടെ. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുമില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതൊക്കെ നമുക്ക് അറിയണമെന്ന്, നിങ്ങൾക്ക് അറിയാവുന്നതും നമുക്ക് അറിയണമെന്നുമില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ആരും ഇവരുടെ ആരുടെയും തമ്പുരാനൊന്നും അല്ല കേട്ടോ. ആ ഒരു സെറ്റപ്പ് അങ്ങ് മാറ്റിക്കളയണം, ഓക്കെ. അതങ്ങ് മാറ്റിയേക്കണം. അത് മാറ്റിയിട്ട് വേണം ഇതിനകത്ത് നിൽക്കാൻ എന്നാണ് എനിക്ക് ഇതിനകത്ത് വന്നതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം. പിന്നെ അബദ്ധങ്ങൾ നന്നായിട്ട് പറ്റും എന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ, ഓക്കെ. അതൊക്കെ പോട്ടെ. പക്ഷെ ഇവിടെ അവനോട് പറയുന്നു പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കാൻ. നിങ്ങൾക്ക് വിളിക്കാൻ മേലായിരുന്നു അവൻ്റെ പേഴ്സണൽ നമ്പറിൽ? നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്ത് വിലയാണ് നമ്മൾ തരേണ്ടത്? ബാക്കി കേൾക്കാം. എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കെ തന്നെ നീ എന്താണ് വീഡിയോയിൽ വന്ന് പറയുന്നത്? ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ നിന്നെ എന്താണ് ബ്ലോക്ക് ചെയ്തത്? ഞാൻ നിന്നെ എന്റെ പേഴ്സണൽ നമ്പർ
എന്റെ എത്ര തവണ നിന്നെ ഞാൻ വിളിക്കാറില്ല അന്ന്. മാനം വേണടാ. ഒരുത്തൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് തോന്നിയാസം കാണിക്കാൻ നിനക്ക് നാണോ മാനം ഉണ്ടല്ലോ, നിനക്ക് നാണോ മാനം ഉണ്ടല്ലേ? നിന്റെ നന്മമാരെ യൂട്യൂബിൽ വെച്ചാൽ നിനക്ക് എനിക്കറിയാൻ നീ വിളിക്കുന്നത്. ആ നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നീ എന്തിനാണ് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത്? അത് നീ പറ. എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടടുത്ത് ഞാൻ പറയേണ്ട ആൾക്കാരൊട്ട് നേരിട്ട് ഒക്കെ ഒന്ന് പറഞ്ഞോളാം. അത് ഞാൻ അവരോട് പറയേണ്ടായിരുന്നു. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തന്റെ എന്ത് മറുപടിയാണ് വേണ്ടേ? എന്തൊരു പുളുത്താ വേണ്ടേ? കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അത് സംസാരിക്കാൻ സമയത്ത് സംസാരിക്കും. നീ കൂടി വന്ന് എന്ത് സംസാരിക്കും? എന്ത് സംസാരിക്കാൻ? യൂട്യൂബിൽ വായത്തള്ള അടിക്കാനും നിന്റെ നന്മമരങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം. നിന്റെ നന്മമരങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം മോനെ. സ്ഥാപനത്തിൽ കയറി കളിക്കാൻ മാത്രം വളർന്നടാ. ഈ സ്ഥാപനത്തിൽ കയറി കളിക്കാൻ മാത്രം വളർന്നടാ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ടാവും. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് നിനക്ക് മറുപടി പറയാനാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നേ ആണോ? ആഹാ, അത് കൊള്ളാലോ. ചോദിക്കുന്ന കേട്ടോ, നിനക്ക് മറുപടി തരാനാണോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതെന്ന്? അല്ല പിന്നെന്തിനാ കൈസിനെതിരെ ഇത്രയും വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുന്ന ചേട്ടൻ? ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് 1-2 ഇന്നലെ രാത്രി ലൈവൊക്കെ എന്തിനാ പിന്നെ വന്നത്? വരണ്ടായിരുന്നല്ലോ. ചേട്ടൻ എന്തിനാ മറുപടി കൊടുക്കണ്ടായിരുന്നല്ലോ. ആദ്യം ഈ കൈസ് ചെയ്ത വീഡിയോയ്ക്ക് തന്നെ റിപ്ലൈ നിങ്ങൾ കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീഡിയോ വെച്ചിട്ട് ചെയ്തതല്ലേ. കൈസിന്റെ നിലപാടില്ലായ്മ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഓക്കെ. പക്ഷെ അവൻ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കു ചേട്ടാ. നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഒരാൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനുള്ള ഉത്തരം കൊടുക്ക്. അല്ലെങ്കിൽ നമുക്കൊക്കെ നാണക്കേട്. നമ്മൾ നാളെ നിങ്ങളെയൊക്കെ കണ്ടിട്ടല്ലേ ഒരുപാട് റിയാക്ഷൻ നമ്മളൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരുപാട് ആൾക്കാരല്ലേ നിങ്ങളും വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇനി ആരുടെ പേരൊന്നും പറഞ്ഞെടുത്ത് വരുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഉത്തരം കൊടുക്ക്. അതിന് പകരം നിന്ന് ഡാൻഡും കളിക്കാതെ ചോദിച്ചതിനുള്ള മറുപടി, അവൻ ചോദിച്ചതിനുള്ള നിലപാടില്ലാത്തവൻ ഓക്കെ ആയിക്കോട്ടെ അവൻ. പക്ഷെ അവൻ ചോദിക്കുന്നതിന് പോലും നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്ത് കാര്യം? നിങ്ങൾ തന്നെ പല കാര്യങ്ങളും കേട്ടല്ലോ. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ പല മണ്ടത്തരങ്ങളും വീഴുന്നത്, നമ്മുടെ അല്ല. ഇതുപോലെ ഒന്ന് ഞാനന്ന് വളരെ ലൈറ്റായിട്ട് നിങ്ങളോട് ചോദിച്ചതിന് നിങ്ങൾ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടു ചേട്ടാ. ഞാൻ വീഡിയോ പോലും ചെയ്തില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ നിങ്ങളെ അതുപോലെയാണ് കണ്ടത്. നമുക്ക് ഇച്ചിരി നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് വലിയൊരു മെന്ററിനെ. പക്ഷെ അന്നത്തോണ്ട് ചേർത്തി ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ഇതുപോലും ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളായിരുന്നു. വേണ്ട, ഇതേ കേട്ടല്ലോ, നിങ്ങൾ തന്നെ പറയുന്ന കാര്യത്തിനാണ് ഞാൻ തിരിച്ച് ചോദ്യം ചോദിച്ചേക്കുന്നത്. അല്ല ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും കുത്തി കീറ്റി ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല. അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം. അല്ലാതെ ഒന്നും ഞാൻ കുത്തിക്കയറ്റി ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തിനാ ഞാൻ നിനക്ക് മറുപടി തരേണ്ട കാര്യം? പിന്നെന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? ചുമ്മാ പഴയ അവൻ്റെ എല്ലാം കുത്തിപ്പൊക്കി അത് വെച്ച് മാത്രം അവനെ തല്ലാനോ? അല്ല, പുതിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനവൻ ചോദിക്കുന്ന, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചേട്ടാ പരിപാടി കഴിഞ്ഞു. തെറ്റുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റു പറ്റിപ്പോയി, അത് പറഞ്ഞാൽ പോരെ? അവിടെ തീർന്നില്ലേ? അവിടെ തീർന്നു. ഇല്ലെങ്കിൽ അത് എൻ്റെ നിലപാടാണ്. എനിക്കൊരാളെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് കാണാൻ വയ്യ, ഞാൻ അതുകൊണ്ട് എൻ്റെ നിലപാട് മാറ്റി, തീർന്നു അവിടെ. അതിന് പകരം നിങ്ങൾ ചെയ്തത് എന്താ? ചേട്ടാ എന്തു ആയിക്കോട്ടെ, പക്ഷെ അവൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾ വിളിച്ചത് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അത് അവൻ്റെ പേഴ്സണൽ ലൈഫാണ്. അവിടെ കയറി കളിക്കണ്ട. അത് ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ്. അത് നിങ്ങളുടെ ഇതിനകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് ചിലപ്പോൾ കൊള്ളത്തുള്ളായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ജോലി സ്ഥലം ഇതൊക്കെ ഞാൻ വന്ന് എൻ്റെ ചാനലിനകത്തൂടെ പറഞ്ഞ് അവിടെ പ്രശ്നങ്ങളോ ആരെങ്കിലും ഒക്കെ വന്നുണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും തപ്പിക്കഴിഞ്ഞ് മറ്റേ ചെയ്യുവാണെങ്കിൽ ഓക്കെ. അതൊന്നും ഇല്ലാതെ നിങ്ങളായിട്ട് വന്ന് ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേറെ വാക്ക് പറയണ്ട. ഞാനതൊന്നും പറയത്തില്ല. പണ്ടാണെന്നെങ്കിൽ പറഞ്ഞാൽ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് മാറണമെന്ന് നിങ്ങൾ പറഞ്ഞാണെങ്കിൽ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടല്ലോ, ഇത് കേക്ക്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഓക്കെ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ഇതൊന്ന് കേട്ടോണേ ഫുള്ള്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ് മീ കൈസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവൻ പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ അവൻ്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പോൾ ലൈവാണല്ലോ, ലൈവിൽ പറയാണ്, എടാ കൈസ് നീ അത് തെളിയിക്കണം, നീ അത് തെളിയിക്കണം. അതായത് നിൻ്റെ ജോലിയെക്കുറിച്ച്, നിൻ്റെ ജോലിയിൽ നിന്ന് നിനക്ക് ജോലിക്ക് അഫക്റ്റഡ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈസ് തെളിയിക്കണം. ചേട്ടാ കൈസ് എന്തിനാ തെളിയിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് അത് നേരത്തെ തന്നെ കൈസ് പുറത്ത് വിട്ടു.
അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ കുറെ സ്ത്രീകളുടെ ജീവിതം എന്നൊരു സാധനം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ചേട്ടാ അത് തന്നെ പോരെ, അത് പോരെ. അവനെ അറിയാത്തൊരു സ്ഥാപനമാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ അവരെ തൂക്കിയെടുത്ത് ഒരു പുതുതായിട്ട്, ഞാനിപ്പോൾ ഒരു പുതിയ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് 2-3 മാസമായിട്ടുള്ളൂ, അവിടേക്ക് നിങ്ങൾ വിളിച്ചിട്ട് ഇത് പറയുകയാണെങ്കിൽ പോയില്ലേ ജോലി പോയില്ലേ? കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ ഇത് വിളിച്ച് അവരുടെ ഓഫീസിൽ പറയുക ഒരുപാട് സ്ത്രീകൾ പിന്നെ ഇവൻ കാരണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേട്ടാ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകും. നിങ്ങൾക്ക് അത്രയും വലിയ ത്വരയാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയും സങ്കടം ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി, ആരൊക്കെയാണോ അവരെ നിങ്ങൾ കൂട്ടുക, വിളിച്ചു കൂട്ടി പുള്ളിക്കെതിരെ കേസ് കൊടുക്കുക, പോലീസുകാർ നോക്കട്ടെ, അങ്ങനെ വിളിക്കട്ടെ അവൻ്റെ ഓഫീസിലേക്ക് പോയി അവൻ്റെ ജോലി ഇല്ലാതാക്കുക. ഇതിപ്പോൾ നിങ്ങൾ ചെയ്തത് അങ്ങനെ തന്നെയാണ്. കൈസ് അത് പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കൈൻഡ് ഓഫ് ജോലി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ ചെയ്ത കണക്കാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ അത് ഉദ്ദേശിച്ച് കാണത്തില്ല. പക്ഷെ നിങ്ങളുടെ വൈന്ന് വന്ന വർത്താനങ്ങൾ, നിങ്ങൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഒരാളുടെ ജോലി ഇല്ലാതാക്കാനുള്ള കാരണങ്ങൾ തന്നെ ചേട്ടാ. പിന്നെ കൂടുതൽ തെളിവുകളൊന്നും അതിനകത്ത് ചേട്ടാ ചോദിക്കുന്നതിനകത്ത് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ. ഇപ്പൊ ചിലപ്പോൾ കുറെ പേര് മറ്റേ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മൂപ്പൻ അതാണ് എൻ്റെ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എടുത്ത് തലയിൽ എടുത്തങ്ങ് വെക്കുക. ഓക്കെ, സ്വന്തം ലൈഫിലേക്ക് വന്ന് എന്തെങ്കിലും കൊട്ട് കിട്ടുമ്പോൾ പഠിച്ചോളും. അപ്പൊ പിന്നെ ആരെയും വിളിച്ചോണ്ട് വരരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിരവാദം എനിക്ക് മനസ്സിലായി. കൈസ് പറയുന്നുണ്ട് ഞാൻ അവിടെ നിങ്ങളെ ഈ എന്താണ് ഈ കോൾ വിളിച്ച കാര്യം, ആ കോളൊക്കെ പുറത്ത് വിട്ടിരുന്നല്ലോ. ഈ കോള് ഞാൻ വിളിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ആണോ എന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. ആ റെക്കോർഡിങ്ങിന് മുമ്പ് തന്നെ ഈ പുള്ളിക്കാരനെ വിളിച്ചത് ആളുടെ ഓഫീസിലേക്കാണ്. അവൻ്റെ ഓഫീസ് നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. സത്യമാണ് ഈ പറയുന്നത് പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പേര് അവൻ്റെ ഓഫീസിലേക്ക് വിളിക്കും. ഒരുപാട് പേര് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുണ്ട്. ആ മാനേജറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാനേജറുടെ ഓക്കെ, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. മൂപ്പൻ ചേട്ടൻ ഇപ്പം അറിയാം ഒരുപാട് പേര് ഇനി അവൻ്റെ സ്ഥാപനത്തിലേക്ക് വിളിക്കും. ഈ ഒരുപാട് പേർക്ക് എങ്ങനെ അവൻ്റെ നമ്പർ കിട്ടി ചേട്ടാ? ഈ ഒരുപാട് പേര് നിങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങളാണ് കൊടുത്തതെങ്കിൽ അത് വളരെ മോശം ചേട്ടാ. നിങ്ങൾ അവരെയൊക്കെ കൂട്ടി, ഞാൻ വീണ്ടും പറയുന്നു, അവരെയൊക്കെ കൂട്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ ഒന്നും സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ പറയാം, അത് റൈറ്റ് ഒരു വേ ആണ്. പക്ഷേ ഇത് നിങ്ങൾ വിളിക്കുന്നു, അതിനുശേഷം നിങ്ങൾ കുറേ പേർക്ക് നമ്പർ കൊടുത്തു, എനിക്കറിയത്തില്ല എന്താണെങ്കിലും, പിന്നെ ഒരുപാട് പേര് വിളിക്കുമെന്ന് പറയുന്നു. എടോ, ഒരുത്തൻ്റെ എന്ത് കാര്യത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യം അവനിപ്പോൾ വലിയൊരു തെറ്റ് ചെയ്ത, അതായത് എന്താണ്, ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ച് ജീവിതം തന്നെ തൊലപ്പിച്ച ഒരുത്തനാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. എനിക്കറിയില്ല പേഴ്സണലി, ഞാൻ അങ്ങനത്തെ കഥകളൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഒരാളുടെ ജീവിതം മുച്ചൂടും മുടിച്ച, ജീവിതവും ഇല്ലാതാക്കി, ജോലിയും ഇല്ലാതാക്കി, പട്ടിണി ഇവൻ കാരണം കിടന്ന ആരെയും പറ്റി എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ കാണിച്ച ഒരു തെറ്റായിട്ട് എൻ്റെ കണ്ണിൽ എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത്. ഒരുത്തൻ്റെ എന്ത് കാര്യത്തിന് നിയമപരമായിട്ട് പോകും. ബാക്കി കേൾക്കാം. സംസാരം എന്താണ് സംസാരിച്ചെന്നുള്ള കാര്യം അറിയാതെയാണ് അളിയൻ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്. അവൻ്റെ ജോലിയുടെ കാര്യം സംസാരിച്ചിട്ടുകൂടിയില്ല. ആകെ പറഞ്ഞുള്ള കാര്യം ഒന്ന് പറയണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, ഇതുപോലെ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നാളുകൊണ്ട് ഇവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഒരു ഗ്രൂപ്പ് ടീമുണ്ട്. ഇതെല്ലാം നാളത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം അത് വെച്ചിട്ട് ഇവൻ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചിട്ട് ഇവൻ്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു. അല്ല, ഇവന് തെളിയിക്കാൻ പറ്റുമല്ലോ. അവൻ്റെ ആ സാറിൻ്റെ വിളിച്ചിട്ട് ആ സാർ പറയണം ഞാൻ ഇവൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള കാര്യം കൈസ് പറയണം. കൈസല്ലോ ആ സാറ് പറഞ്ഞു എന്നുള്ള കാര്യം കൈസ് തെളിയിക്കണം കേട്ടോ. ഇത് വെറുതെ വന്ന് പറഞ്ഞാൽ പോരാ, വന്ന് കൈസ് പറയണം. ഇനി ഈ ഓക്കെ കുറേയധികം പേരുകൾ എനിക്ക് ചാർത്തി തരുന്നുണ്ട്. സന്തോഷം. ഞാൻ വിളിച്ചത് അവൻ്റെ ഓഫീസിലേക്കാണ്. ആ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ ഇത്രയും പൊള്ളി. ഇവൻ നിരന്തരമായിട്ടിരുന്ന് പറയുന്നതും എത്ര പേരെ കൊല്ലാക്കൊല ചെയ്യുന്നതും അത് ആൾക്കാർക്കൊന്നും പൊള്ളത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. അവർക്കാർക്കും പൊള്ളത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഞാൻ ഇതുപോലത്തെ ടൈപ്പ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ആ തെറ്റാണെന്ന് അറിഞ്ഞ് ഞാൻ തിരുത്തി. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം അവൻ തന്നെ നിങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തിരുത്തിയ ഒരാളല്ലേ? അല്ലാതെ ആദ്യം തന്നെ പുണ്യാത്മാവൊന്നും അല്ലല്ലോ. തെറ്റായെന്ന് മനസ്സിലായപ്പോൾ തിരുത്തിയ ഒരാളാണ്. സമ്മതിക്കുന്നു. ആ തിരുത്തൽ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ചേട്ടാ. നമ്മുടെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളൊക്കെ തിരുത്തിക്കോളാം. ഓക്കെ. പക്ഷേ ഇവിടെ പറയാനുള്ളത് ഒരു കാര്യം ചേട്ടാ, നാളെ ഇനി ഞാൻ കൈസിൻ്റെ ആളാന്ന് ചേട്ടൻ പറയുമോ ചേട്ടാ? എനിക്കറിയാൻ പാടില്ല. അവനെ ഒരുപാട്, കൈസ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് തവണ വിമർശിച്ച ഒരാളാണ് ഞാൻ. നല്ല രീതിയിൽ വിമർശിച്ച ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ. ഞാനും ഇനി അവൻ്റെ കൂട്ടത്തിലാന്ന് പറയുമോ ചേട്ടൻ? എനിക്കറിയാൻ പാടില്ല. കാരണം എനിക്ക് യൂട്യൂബിലുള്ള കുറച്ച് ആൾക്കാരെ അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഇനി വേറെ ഗ്രൂപ്പാണ്. ചേട്ടനെ തകർക്കും.
അല്ല അതിന്റെ ആവശ്യം എന്താ? കാണുന്നവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും, ഇത് പറഞ്ഞോണ്ട് ഈ ഒരു ഡയലോഗ് അടിച്ച് കാണുന്നവരെ പറ്റിക്കാം. എല്ലാവരെയും അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. ഓക്കെ, എല്ലാവരെയും പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ലൈവ് നിങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു കുറച്ച് കമന്റുകൾ. ഈ കമന്റുകളൊന്നും ഇനി കാണത്തില്ല. ഇനി ആ വീഡിയോയിൽ, അവിടെ കിടക്കുന്ന വീഡിയോയിൽ ഇനി ഈ കമന്റ് ഒന്നും കാണത്തില്ല. ഇതൊക്കെ മുങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. ഓക്കെ, പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ചെന്ന് വളരെ മാന്യമായിട്ടിടുന്ന കമന്റുകൾ കാണാറില്ല, മുക്കിക്കളയാറുണ്ടെന്ന്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കത്തിലെ കുറച്ച് കമന്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കമന്റുകളെ നിങ്ങളൊന്ന് കണ്ടോണേ. എന്തായാലും വലിയ ചന്തിത്തരമാണ് നിങ്ങൾ കാണിച്ചത്. വർക്ക് ചെയ്യുന്നത് വിളിച്ചത് വളരെ മോശം, ചെയ്യുന്നിടത്ത് വിളിച്ചത് വളരെ മോശം. ഈ വീഡിയോ കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? ക്ലിയർ ആയില്ല. എനിവേ, ഇറ്റ്സ് ഷെയിം ടു ഡിസ്റ്റർബ് സംവൺ ലൈഫ് എബൌട്ട് യൂട്യൂബ് ഫൈറ്റ്. സോറി ചേട്ടാ, ഇത് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കും അത്രേ പറയാനുള്ളൂ. നീ അവൻ്റെ ഓഫീസിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ എന്തിനാ വിളിക്കുന്നത്? നീ പൊട്ടനാണോ? ജോലി കളയാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഓഫീസിലേക്ക് വിളിച്ചത്? എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓഫീസിലേക്കാണോ വിളിക്കേണ്ടത്? അതുപോലെ ഓഫീസിലുള്ള അതുപോട്ടെ, എൻ്റെ പൊന്നെ, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം നേരിട്ട് തീർക്കോ. കംപ്ലൈൻറ്റ് ടു വർക്ക് മാനേജർ ഫോർ പേഴ്സണൽ ഇഷ്യൂ. യു മസ്റ്റ് ഗ്രോ അപ്പ്. മൂപ്പൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കാണുമ്പോഴത്തേക്ക് ഇത്രയും കമൻറ്റ് വന്നിട്ടുള്ളൂ. അതിനകത്ത് ഒരു കമൻറ്റ് മാത്രമാണ് മൂപ്പൻ്റെ കൂടെ എന്ന് പറഞ്ഞുള്ളത്. ബാക്കി എല്ലാവരും മൂപ്പനെ വിമർശിക്കുകയാണ്. കാരണം മൂപ്പേട്ട, നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളുടെ സൈഡിലാണ് മിസ്റ്റേക്ക്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ആയതൊട്ടിരുന്ന് കഥ പറയണ്ടല്ലോ, വേണ്ടല്ലോ. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയിപ്പം ഞാനൊന്നെങ്കിൽ വലിയൊരു തെറ്റുകാരനായിട്ടോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു മോശക്കാരനൊക്കെ ആയിട്ട് ചിലപ്പോൾ നാളെ എന്നെ പോർട്രേറ്റ് ചെയ്തേക്കാം. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് തോന്നി. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ പുള്ളി കൈസിനിട്ട് കൊടുത്തു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. പക്ഷേ ചില വാക്കുകൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് അഗ്രസീവായിട്ട് എൻ്റെ ഒരു തുടക്കകാലമൊക്കെയാണത്. ഞാൻ അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച ഈ അടുത്തും എനിക്ക് തോന്നുന്നു കൈസിനെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് വലിച്ചു കയറി. കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറഞ്ഞു പോകും. പക്ഷെ അത് മാറ്റണം. ചില വാക്കുകൾ പറയുന്നത് എന്നോട് തന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ പറയാറുണ്ട്. ചില കാര്യങ്ങൾ, ചില ടോപ്പിക്കുകൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഭയങ്കര അഗ്രസീവായി പോകാറുണ്ട്. അത് എനിക്ക് തന്നെ അറിയാം. അത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എൻ്റെ അഗ്രസീവ്നെസ് അവനെ എടുത്ത് കൊടുത്തപ്പം നല്ല രീതിയിൽ താങ്ങി. പോട്ടെ, സാരമില്ല. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ സൈഡിലൊരു ശരി വേണമായിരുന്നു മൂപ്പച്ചേട്ടാ. ഇത് നിങ്ങളുടെ സൈഡിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആ വോയിസിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചിട്ട് അവൻ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം, എന്തുവാ അത് മതിയല്ലോ. ആ ഒരൊറ്റ കാര്യം മതി അയാളുടെ ജോലി ഇല്ലാതെയാവാൻ. അല്ലാതെ പ്രത്യേകിച്ച് സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അവൻ്റെ സ്ഥാപനത്തിൽ വിളിച്ചിട്ട് മാനേജറിനോട് എന്നിട്ട് പറയുകയാണ്, സാർ നിങ്ങൾ അവന് ജോലി കൊടുക്കരുത്, അവൻ വെറും ചെറ്റയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ വിളിച്ചിട്ട് ഫ്രണ്ട് എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്ന ആ കുട്ടിയോട് പറഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞ പോലെ, മോളെ അവൻ ഇതാണ്, അവൻ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്, എനിക്ക് അങ്ങനെയുള്ള ഒരുത്തിനോട്, എനിക്ക് അവൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജറോട് സംസാരിക്കണം, ഒന്ന് നമ്പർ തരണം, ഇത്രയും പറഞ്ഞാൽ മതി ചേട്ടാ. അവൻ്റെ ജോലി പോകാനുള്ള എല്ലാം ആയിട്ടുണ്ട് ഇല്ലേ? പിന്നെ അതിനകത്ത് വന്നിട്ടും പിന്നെ ഈ മെഴുകളുണ്ടല്ലോ, ഇതാരും അത്യാവശ്യം ബോധമുള്ളവർക്ക് ഇത് കാര്യം പിടികിട്ടും. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്കുക, അല്ലെ യൂട്യൂബ് വഴി തീർത്തോ. പക്ഷേ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോയിട്ട് അവൻ്റെ പേഴ്സണൽ ലൈഫ് വന്ന് പറയുന്നുണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് അത് ചൊറന്ന് കയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു. പക്ഷെ അവൻ്റെ ജോലി സ്ഥലം, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു കാര്യം കൂടെ, എൻ്റെ പൊന്നു മൂപ്പൻചേട്ടാ, ഇനി എൻ്റെ അടുക്ക് വൈരാഗ്യം വെച്ചോണ്ട് വരല്ലേ. എൻ്റെ വഴിക്ക് വിളി, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന ഒരാളാണ്. ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.